അപ്പോൾ ചങ്ങായിമാരെ എല്ലാവർക്കും നമസ്കാരമുണ്ട്. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ, നമ്മുടെ വീട്ടിലുള്ള അക്വേറിയം ആണ്ടിക്കാണ്. അതായത് വീടിൻ്റെ മുറ്റത്താണ് നമ്മൾ ഈ സാധനം ഉണ്ടാക്കിയിരിക്കുന്ന അക്വേറിയം. ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിലെ ഏറ്റവും ആദ്യത്തെ വീഡിയോ ആയിരുന്നു കേട്ടോ അത്. അതിൻ്റേതായിട്ടുള്ള എല്ലാ പ്രോബ്ലംസും ആ വീഡിയോയ്ക്കുണ്ട്. നമ്മുടെ സൗണ്ടിൻ്റെ പ്രത്യേകത, നമ്മുടെ ആ ഒരു സഭാകമ്പം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആ വീഡിയോയ്ക്കുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ഇതിൻ്റെ ഗ്ലാസ്സിൽ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്ന കാരണം വെയിലടിച്ചിട്ട് നമ്മളത് പായൽ മൊത്തം പിടിച്ചിട്ടുണ്ട് ഗ്ലാസ്സിൽ. ഉണ്ടോ, മീനൊന്നും കാണാൻ പറ്റണില്ല. അതെ, ഒരു വൈറ്റ് ജയൻറ്റ് ഗൗരിയും പിന്നെ ഒരു ബ്ലാക്ക് ജയൻറ്റ് ഗൗരിയാണ് കിടക്കുന്നത്. അവരൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്ലാസ് ഒന്ന് കുറച്ച് ക്ലീൻ ആക്കുക. അതേപോലെ തന്നെ നമ്മുടെ ഫിൽറ്ററിങ് സിസ്റ്റം, ഇതാണ് നമ്മുടെ ഫിൽറ്ററിങ് സിസ്റ്റം. അപ്പോൾ ഈ വീഡിയോടൊപ്പം തന്നെ നമ്മൾ ഇത് എങ്ങനെ ചെയ്തേക്കണം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഈ ഫിൽറ്ററിങ് സിസ്റ്റത്തിൻ്റെ ഒന്ന് ഇച്ചിരി കാടും വെള്ളമൊക്കെ കെട്ടി ഒന്ന് ക്ലീൻ ആക്കണം. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. നിങ്ങൾ വീഡിയോ കണ്ട് എൻജോയ് കേട്ടോ. നമ്മുടെ കിളിയൊക്കെ അവിടെ ചെന്ന് ഭയങ്കര ഒച്ചപ്പാടും ബഹളമാണ്. കുറച്ച് ബഡ്ജീസും പിന്നെ അതേപോലെ തന്നെ ഒരു 3-4 മറ്റെന്താ പറയുക, എൻ്റെ പേര് മറന്നുവല്ലോ, ആ വൈറ്റ് കളർ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. നിങ്ങൾ എൻ്റെ പേര് പറഞ്ഞു ഇതേ ഇരിക്കണണ്ട, ഫിഞ്ചസ്. ഫിഞ്ചസ് ആട്ടോ, ഞാൻ എപ്പോഴും പേര് ഓർക്കണം, ഫിഞ്ചസ്. ഓക്കെ, ഒരു 10-25 കിളികൾ കിടക്കുന്നുണ്ട്, ബഡ്ജീസ് കിടക്കുന്നുണ്ട്. പിന്നെ ഒരു 4 ഫിഞ്ചസുമാണ് നമ്മുടെ കയ്യിലുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മളിത് ക്ലീൻ ആക്കാൻ പോകട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഒരു അണ്ടർ വാട്ടർ വിഷ്വൽ ഒന്ന് കാണിച്ചു തരാം ഇതിൻ്റെ എങ്ങനെയാണ് സെറ്റപ്പ് എന്ന് വെച്ചാൽ. വെള്ളം നല്ല പക്ക ക്ലിയർ ആട്ടോ. മറ്റേ ഗ്ലാസ്സിൽ പായൽ പിടിച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. വെള്ളതേ ഒരു അണ്ടർ വാട്ടർ വിഷ്വലിലേക്ക് നിങ്ങൾക്ക് എടുത്ത് പോകും. വേണ്ട ഇതേ തന്നെ ഉണ്ടോ, എല്ലാം നല്ല പക്ക ക്ലിയറാണ്. നമ്മുടെ ഫിൽട്രേഷൻ സിസ്റ്റം ഇതിൻ്റെ അടിയൊക്കെയാണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ആ ഗ്ലാസ്സൊക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ പോട്ടെ. അതിന് നമ്മൾ ക്ലീൻ ആക്കാൻ എടുത്തേക്കുന്ന സാധനം എന്താണെന്നറിയോ, ചകിരി ആട്ടോ. വേറെ എന്ത് സാധനം എടുത്തിട്ടും കാര്യമില്ല, ചകിരി എടുത്തിട്ട് നല്ല കൈയിട്ടങ്ങ് ഉരച്ച് ക്ലീൻ ആക്കണം. അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ പണിയിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ ഫിൽറ്റർ റണ്ണിങ് ആണ് കേട്ടോ. ഇത് കണ്ടോ, ടാപ്പ് വെച്ചിട്ട് ഫിൽറ്റർ റണ്ണിങ് ആണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം, പരിപാടി തുടങ്ങാം. ചെളി പോകണുണ്ടോ, എൻ്റെ പായലാട്ടോ. എന്തായാലും ഇതൊക്കെ ഒന്ന് ഉരച്ച് കഴുകുമ്പോഴത്തേക്കും നമ്മുടെ വെള്ളം ഫുള്ളായിട്ടൊന്ന് കലങ്ങും. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഫിൽറ്ററങ്ങ് റൺ ചെയ്തിട്ട് കഴിയുമ്പോഴത്തേക്കും നല്ല ക്ലിയർ ആയിക്കോളൂ കേട്ടോ. കുറേ നാളെ നമ്മൾ ഇതിൻ്റെ ഗ്ലാസ്സൊക്കെ ഒന്ന് കഴുകി ഉരച്ച് കഴുകിയിട്ട്. പിന്നെ നമ്മുടെ കയ്യിൽ ഇത് ക്ലീനാക്കാൻ വേണ്ടിയിട്ടേ, സാധനം ക്ലീനാക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ക്രബ്ബർ ഉണ്ട്. പക്ഷേ ഈ ഗ്ലാസ് 12mm ഗ്ലാസ് നമ്മൾ ഇട്ടേക്കണം. അത് കാരണം ഉണ്ടല്ലോ, ഇതിനകത്ത് പിടിച്ച് കഴിഞ്ഞാൽ അത്രയും തിക്നെസ്സിൽ നമുക്ക് സ്ക്രബ്ബർ പിടിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ചെറിയൊരു മാഗ്നറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഹൈ പവർ മാഗ്നറ്റാണ്, അത്യാവശ്യം പവറുള്ള മാഗ്നറ്റാണ് കേട്ടോ. ഇത് വെച്ച് ഉരച്ചിട്ട് നമുക്കൊന്ന് ക്ലീനാക്കാനുണ്ട്. നമ്മൾ സാധാരണ അങ്ങനെ ചെയ്യാറ്, താഴേക്കൊക്കെ ക്ലീനാക്കാൻ വേണ്ടിയിട്ടേ. അതാന്ന് വെച്ചിട്ട് ക്ലീനാക്കാം. അതിൽ തന്നെ നമുക്ക് ഇവിടെ അങ്ങ് ഉറപ്പിക്കണം. സാധനം പിടിച്ചിട്ടുണ്ട്. ഈ സാധനം വെച്ചിട്ട് അങ്ങ് ഉരച്ചങ്ങ് ക്ലീൻ ആക്കണം. ഈ ക്യാമറ റെക്കോർഡ് ചെയ്യാം, അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. അല്ല, ഇങ്ങനെ വെച്ചിട്ട് ഉരയ്ക്കണ സമയത്ത് സാധനം പോവും. നല്ല പണിയാണ് കേട്ടോ. ഇതിൻ്റെ മെയിൻ്റനൻസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഉണ്ടാക്കണം. എനിക്ക് ഏകദേശം ഒരു നല്ല റേറ്റ് ചിലവ് വന്നിട്ടുണ്ട് കേട്ടോ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഞാൻ എന്താ ചെയ്തേക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ കാണുന്ന ഭാഗം മൊത്തം നല്ല കമ്പി ഇട്ട് അടിച്ച് നല്ല സെറ്റായിട്ട് വാർത്തെടുത്തേക്കുകൊണ്ട് തള്ളിപ്പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഗ്ലാസ്സിന് മാത്രമേ എനിക്കൊരു 10,000 രൂപ ചിലവ് വന്നിട്ടുണ്ട്. നമ്മളിത്
12mm ഗ്ലാസ് മേടിച്ച് ടെമ്പർ ചെയ്ത് അവരോട് പറഞ്ഞ് സ്പെഷ്യലായിട്ട് ടെമ്പർ ചെയ്ത് ഈ സാധനം സെറ്റ് ചെയ്തേക്കണം. അപ്പോൾ ചങ്ങായിമാരെ നമ്മുടെ ടാങ്കിൻ്റെ ഗ്ലാസ് ഏകദേശം ക്ലീനൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫിൽറ്റർ എങ്ങനെ സെറ്റ് ചെയ്തേക്കണം എന്നുള്ള കാര്യം പറഞ്ഞുതരാം കേട്ടോ. അതായത് നമ്മൾ ഈ ടാങ്ക് ഡിസൈൻ ചെയ്തപ്പോൾ തന്നെ നമ്മൾ ഈ ടാങ്കിൻ്റെ ബോട്ടം സൈഡ് ഇതാണ്ട് ഇതിൻ്റെ ബോട്ടം സൈഡ് ഒരു ചെറിയൊരു കർവായിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അതായത് ഈ മൂലയിലേക്ക്, അതായത് ഈ കണ്ടോ ഇവിടെയാണ് നമ്മൾ ഇതിൻ്റെ ഡ്രെയിൻ പൈപ്പ് തന്നെ ഇവിടെയാണ്. അപ്പോൾ ഈ ഭാഗത്തേക്ക് സ്ലോപ്പ് ആക്കിയിട്ടാണ് നമ്മൾ ടാങ്കിൻ്റെ ഒരു ഡിസൈൻ ബോട്ടം സൈഡ് ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ എന്തൊക്കെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മീനിൻ്റെ വേസ്റ്റുകളെല്ലാം നേരെ ഈ കോർണറിലേക്ക് വന്ന് ചാടും. ഈ കോർണറിൽ നമ്മളൊരു 2 വാൽവ് വെച്ചിട്ടുണ്ട്. ഒന്ന് മെയിൻ വാൽവ് കൊടുത്തിട്ടുണ്ട്, അതുകൂടാതെ ഒരു ബൈപ്പാസ് വാൽവ്. അതായത് നമുക്ക് ഈ ടാങ്ക് ഡ്രെയിൻ ചെയ്യേണ്ട സമയത്തൊക്കെ ആയാലും അതുപോലെ ഒന്ന് ഫ്ലഷ് ചെയ്യേണ്ട വന്നു കഴിഞ്ഞാലൊക്കെ നേരെ ഈ വഴി നമുക്ക് തുറന്ന് ക്ലീൻ ചെയ്യാം കേട്ടോ. കാണിച്ചു തരാം. ഇത് കണ്ടോ, നമ്മൾ ഈ ടാങ്ക് തുറക്കുവാണെങ്കിൽ തന്നെ കണ്ടോ ഈ ലെവലിൽ നമുക്ക് വെള്ളം കളയാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് അവിടെ നമ്മളൊരു ഫ്ലെക്സിബിളോസ് കൊടുത്തിട്ട് അതങ്ങനെ ചെയ്തേക്കണം. എന്തിനാണെന്ന് വെച്ചാൽ ഇവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. നമ്മുടെ കിളി കൂടെ ഇരിക്കണതുകൊണ്ട് സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തേക്കണത്. ഫ്ലെക്സിബിളോസ് എടുത്തിട്ട് ഇതിൻ്റെ ഈ ബാരലിൻ്റെ ബോട്ടത്തിലേക്ക് വന്ന് കയറ്റിയേക്കും കേട്ടോ. ഫ്ലെക്സിബിളോസ് ഇടുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇരിക്കണേ ഫസ്റ്റത്തെ ഈ ബാരൽ എല്ലാം ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഒരു സ്റ്റേബിലിറ്റി ഇല്ലാതെ വന്നു കഴിഞ്ഞാലൊക്കെ ഈ ഫ്ലെക്സിബിളോസ് അതിൻ്റെ ഇതിനകത്ത് നമ്മൾ പിടിച്ചു പോയിക്കോളും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഫ്ലെക്സിബിളോസ് ഇട്ടത്. പിന്നെ ഈ ഫ്ലെക്സിബിളോസ് ഇതിനകത്തിൻ്റെ ബോട്ടത്തിൽ നിന്ന് വന്ന് ഇവിടെ കയറിയിട്ടുണ്ട്. ഈ ബാരലിരിക്കുന്നത് ഈ വാട്ടർ ടാങ്കിൻ്റെ, അതായത് നമ്മൾ അക്വേറിയത്തിൻ്റെ ഏകദേശം ലെവലിലാണ് ഇരിക്കണത്. അപ്പോൾ എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും ഈ ബാരലിലെ വെള്ളവും അക്വേറിയത്തിലെ വെള്ളവും ഒരേ ലെവലായിരിക്കും, അതായത് വാട്ടർ ലെവലായിട്ട് നിൽക്കും. ഇപ്പോൾ മഴ പെയ്ത് ടാങ്ക് നിറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഈ സാധനം ഓവർഫ്ലോ ആയിട്ട് പൊക്കോളും, ടാങ്ക് പോകില്ല. അതിനകത്ത് ഒരു 1-2 ഇഞ്ച് മാത്രമായിരിക്കും നമ്മൾ ഈ താത്തി വെച്ചേക്കണേ. ഇത് നിറഞ്ഞ് ഈ വെള്ളം ലെവൽ എന്തോരമാണോ ആ ലെവലിൽ തന്നെ ആയിരിക്കും അത് ടാങ്കിലെ വെള്ളം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടാങ്കിൽ നിന്ന് ഒരു ബയോസ്പോഞ്ച് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഒരു ബയോസ്പോഞ്ച് വെച്ചിട്ടുണ്ട്. ബയോസ്പോഞ്ച് എന്താണെന്നുള്ളത് നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിൽ കൊടുത്തേക്കാം, അതിൻ്റെ പിക്ക് എന്താണെന്നുള്ളത് കാര്യം. ബയോസ്പോഞ്ച് വെച്ചിട്ടുണ്ട്. ഈ ബയോസ്പോഞ്ച് വെച്ച് അതിൻ്റെ മേളിലായിട്ട് 2 മോട്ടർ, അതായത് നമ്മുടെ സബ്മേഴ്സിബിൾ പമ്പ് 2 വെച്ചിട്ടുണ്ട്. ആ പമ്പിൽ നിന്ന് നേരെ ഒരു 1/2 ഇഞ്ച് പൈപ്പ് വഴി ഈ 2ാമത്തെ ബാരലിലേക്കാണ് കേട്ടോ വന്നെ. ഈ 2ാമത്തെ ബാരലിലേക്ക് വന്നിട്ട് ഇതിനകത്ത് നമ്മൾ ബയോസ്പോഞ്ച് വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെ വെച്ചേക്കണം എന്നുള്ളത് ഞാനിപ്പോൾ കയറി കാണിച്ചു തരാം. ഇതിൻ്റെ മേളിൽ കയറി കാണിച്ചു തരാം കേട്ടോ. ഒരു മിനിറ്റ്, നമ്മളിതിൻ്റെ മേളിൽ കയറിയിട്ട് കാണിച്ചു തരാം. ഓക്കെ, കയറി കിട്ടിയിട്ടുണ്ട്. കണ്ടോ ഈ വന്ന പൈപ്പ് ഇവിടേക്ക് വന്നിട്ട് ഇത് കണ്ടോ, ഇതിനകത്ത് അട്ടയൊക്കെ കയറി കിടക്കുന്നുണ്ട്. നമ്മൾ കുറേ ആയിട്ട് ഓപ്പൺ ആക്കിയിട്ട് ഇതിൻ്റെ ഡ്രെയിൻ കൊടുത്തേക്കണത് ഈ സൈഡിലാണ്. കണ്ടോ, ഈ സൈഡിലാണ് ഇതിൻ്റെ ഡ്രെയിൻ കൊടുത്തേക്കണേ. ഈ സൈഡിൽ വെള്ളം ചാടും. മറ്റേ ബയോസ്പോഞ്ച് വഴി ഫിൽറ്റർ ചെയ്ത് ഇതിൽ കൂടെ ഇറങ്ങി വരും കേട്ടോ. അതിൽ കൂടെ ഇറങ്ങി വന്നിട്ട് നേരെ ഇത് കണ്ടോ, ഇവിടെ നമ്മൾ ഇതിൻ്റെ അടിയിലൊരു യൂണിയൻ കൊടുത്തിട്ടുണ്ട്. ഈ യൂണിയനിൽ നിന്ന് നേരെ ഇവിടെ പൈപ്പുകൾ വെച്ചാൽ കണ്ടോ, ഈ പൈപ്പുകൾ വഴി നമ്മുടെ അക്വാപോണിക് സിസ്റ്റത്തിലേക്ക് വരും കേട്ടോ. നമ്മൾ ഇതിനകത്ത് ശരിക്കും എന്താ പറയുക, സൈഫണൊക്കെ സെറ്റ് ചെയ്തായിരുന്നു കേട്ടോ. നമ്മളിട്ട ഒരു 2ാമത്തെ വീഡിയോയിൽ ഇതിൻ്റെ സൈഫണിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് നടന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് വെച്ചാൽ ഈ തോരൻ വയ്ക്കാൻ പാകത്തിനുള്ള ചേമ്പാണ്. അതൊക്കെ വളർന്നത് രണ്ട് സെപ്പറേറ്റാണ്, എല്ലാം ഒറ്റ ജോയിൻ്റായി പോയി കേട്ടോ. കണ്ടോ, ഇങ്ങനെയാണ് ചെയ്തേക്കണേ. ഇവിടെ നിന്ന് നേരെ ടാങ്കിലേക്ക് വെള്ളം ചാടും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫിൽട്രേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. കണ്ടോ, പിന്നെ ഇതിനകത്തുള്ള ചെടികൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തോരൻ വയ്ക്കണ ചേമ്പുണ്ട്. ഇത് മറ്റേ ലക്കി ബാമ്പ് കേട്ടോ. പിന്നെ ഇതെന്താണെന്ന് മനസ്സിലായല്ലോ. പിന്നെ ഇലമുളച്ചി എന്ന് പറഞ്ഞിട്ട് സെറ്റപ്പ് ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ രാമച്ചം അതാണ്. പിന്നെ ബ്രഹ്മിയുണ്ട്. പിന്നെ പുതിന, മിൻറ്റ് ലീഫ് ഉണ്ട്. അത്യാവശ്യം എല്ലാവിധ സാധനങ്ങളും ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, ഇവന്മാർ തമ്മിൽ ഭയങ്കര അടിയായിട്ട്, ഈ നമ്മുടെ ഈ കിടക്കുന്ന മീനുകൾ തമ്മിൽ ഭയങ്കര അടിയാണ്. 2 മെയിലാണ്. അപ്പോൾ 2 അടിയാണ് കിടന്നിട്ട്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടൊരു സെപ്പറേഷനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടോ, ഒരു സെപ്പറേഷനൊക്കെ കൊടുത്തിട്ടുണ്ടായില്ലേ. ഇതൊക്കെ അവന്മാർ പൊളിച്ച് നശിപ്പിച്ച് കൈ കൊടുത്ത് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ നമുക്ക് മാറ്റാനായിട്ടുള്ള സമയമൊന്നുമില്ല.
ഇതൊക്കെ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ നമ്മളിതെല്ലാം ഒന്ന് ക്ലീൻ ആക്കുന്ന ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മരെല്ലാം പൊളിച്ച് കൈ തന്നിരിക്കും. ഇപ്പോഴും ഭയങ്കര അടിയായിട്ട് രണ്ടും കൂടെ. പിന്നെ വേറൊരു സെറ്റപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ അക്വേറിയം ഇരിക്കുന്നത് ഒരു വാട്ടർ ടാങ്കിൻ്റെ മുകളിലാണ് കേട്ടോ. വാട്ടർ ടാങ്ക് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 10,000 ലിറ്റർ വെള്ളം കൊള്ളുന്ന വാട്ടർ ടാങ്കാണ്. ഞാൻ പറ്റുമെന്നോ ഇവിടെ കാണിച്ചു തരാൻ പറ്റുമെന്നോ കേട്ടോ. പോണില്ല, അത് ഓപ്പൺ ആവണില്ല തന്നെ. അപ്പോൾ എന്തായാലും ഇവിടെ കണ്ടോ, ഒരു 10,000 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു വാട്ടർ ടാങ്കിൻ്റെ മുകളിലാണ് നമ്മുടെ അക്വേറിയം ഇരിക്കണത്. അപ്പോൾ മഴവെള്ള സംഭരണിയായിട്ട് നമ്മൾ ടാങ്കിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇവിടത്തേക്കാണ് നമ്മൾ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് നേരെ ഇവിടെ ഒരു ഓപ്പണിംഗ് ആയിട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോയുടെ കണ്ടൻറ്റ്. വേറെ ഡീറ്റെയിൽ ആയിട്ടൊന്നുമില്ല, ചുമ്മാ ഒരു ടൈം പാസിന് വേണ്ടി ചെയ്തതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, നമുക്ക് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഈ വീഡിയോ ചെയ്തേക്കുന്നത്. ആ വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലൊന്ന് കയറി നോക്കിയിട്ട് ഇതാക്കുക. പിന്നെ വീഡിയോ കാണുന്നത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം കൂടെ മറക്കരുത് കേട്ടോ. ഓക്കെ, ഇതിൽ നല്ല കണ്ടൻറ്റായിട്ട് അടുത്താണ് വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും ബൈ.